ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അല്ലേ. എന്നാൽ മോഡൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ദാ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യട്ടോ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എഴുതാൻ വേണ്ടി നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫേസ് ചെയ്ത വെല്ലുവിളികളൊന്ന് പ്രധാനപ്പെട്ടത് നാഷൻ ബിൽഡിംഗ് ആണ്. രാജ്യം ഫോം ചെയ്യുന്ന സമയത്ത്, ഒരു രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട വെല്ലുവിളികൾ എന്താണ്? ഒന്ന് പാർട്ടീഷൻ പ്രോസസ്സാണ് മക്കൾ ഒന്നാമതായിട്ട് പറയുന്നത്. അതായത് മുസ്ലിം ലീഗ് എന്തു പറഞ്ഞു? അവരാണ് ടു നാഷൻ തിയറി, മുഹമ്മദ് അലി ജിന്ന ടു നാഷൻ തിയറി കൊണ്ടുവരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹിന്ദുക്കൾക്ക് ഇന്ത്യയും മുസ്ലിംസുകൾക്ക് വേണ്ടി പാകിസ്ഥാനും പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിംസുകളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ മുസ്ലിംസുകൾക്കും പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയും ഇത് പാകിസ്ഥാനും പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഏരിയ ഇന്ത്യയും, അതേപോലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസുകളുള്ള ഏരിയ പാകിസ്ഥാനും, അങ്ങനെ ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും നമ്മൾ രൂപീകരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പാർട്ടീഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്നുള്ള പാർട്ടീഷൻ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അവരുടെ വീടും കുടുംബവും ഒക്കെ വിട്ടു പോകേണ്ട സിറ്റുവേഷൻ വരുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാവുന്നു. അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, റേപ്പ് ചെയ്യുന്നു. സ്ത്രീകളെ വളരെയധികം മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ മാനം നിലനിർത്താൻ വേണ്ടി ആ കുടുംബത്തിലെ സ്ത്രീകളെ അവർ തന്നെ കൊല്ലുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാർട്ടീഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്തായാലും ഞങ്ങൾ പോവാണ്, അപ്പോൾ കുറച്ച് പണിയും കൊണ്ട് ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചുകൊണ്ട് അവർ നമുക്ക് ചെയ്ത കാര്യം എന്താ മക്കളെ? അവർ ചെയ്തത് എന്താ അറിയോ? അവർ പറയാണ് നാട്ടുരാജാക്കന്മാരോട്, നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാം, പാകിസ്ഥാന്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കാതെ. ഇത് കേട്ടാ പോരെ? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഇവരെല്ലാവരും ഞങ്ങൾ ഒറ്റക്ക് നിലനിന്നോളാന്ന് ഒറ്റക്ക് നിലനിന്നോളാൻ തീരുമാനിച്ചു. ഇവരെല്ലാവരും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും കൃഷ്ണമേനോനും കൂടി അഹോരാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് ഒന്നും ഇന്ത്യൻ ജന്മമുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവില്ല എന്ന് പറഞ്ഞു മാറുന്നു. ബ്രിട്ടീഷുകാർ ചെയ്ത മറ്റൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെയോ പാകിസ്ഥാന്റെ കൂടെയോ സ്വതന്ത്രമായോ നിലനിൽക്കാന്ന് പറയില്ലേ, അത് ജനങ്ങളല്ല തീരുമാനിക്കുക, അവിടുത്തെ നാട്ടുരാജാക്കന്മാർക്ക് തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞു. പോരെ, ഹൈദരാബാദിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേരാനാണ് താല്പര്യം. പക്ഷേ അവിടുത്തെ റൂളർക്ക് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. നിസാം എന്നാണ് റൂളറെ വിളിക്കുക. അദ്ദേഹം ഒരുപാട് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നു, ജനങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നു, ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ റസാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നിസാമിന്റെ ആർമി വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ ഇന്ത്യൻ യൂണിയനിൽ അവർ ചേരുക ഇന്ത്യൻ ആർമി വന്നിട്ട് റസാക്കേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ട് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അഹോരാത്രം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ കാണുന്ന രാജ്യം എന്ത് ചെയ്തത്, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു പ്രശ്നം, ഈ ഒരു രാജ്യം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട പ്രശ്നങ്ങളിൽ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ. മക്കളെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ, അതായത് സ്വാതന്ത്ര്യ സമര കാലത്തെ ബ്രിട്ടീഷുകാരല്ല നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർ നമ്മൾ സ്വാതന്ത്ര്യ സമര നേതാക്കൾ കോൺഗ്രസ്സുകാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ എന്തൊക്കെയോ രീതിയിൽ ഒരു വരച്ചിട്ട് അതിന് ഓരോ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ആക്കിയത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, നമ്മൾ അധികാരത്തിൽ വന്നത് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല, ഇത് നടന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരെ നടക്കാത്ത കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്ക് സോഷ്യലായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം. രണ്ടാമത്
പല ആളുകളും നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് മാറി നിന്നതല്ലേ. അപ്പോൾ അവരൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കും, എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും, അവർ നമ്മളൊരു രാജ്യം എന്ന് പറഞ്ഞ് പോയാലോ, ഇതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് പോറ്റി ശ്രീരാമലു നിരാഹാരമിരിക്കുകയും 52 ദിവസത്തോളം നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. വൻ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് ജവഹർലാൽ നെഹ്റു ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷനെ കൊണ്ടുവരുന്നു. അതിൻ്റെ നേതാവായിട്ട് ഫസൽ അലിയെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒരു രാജ്യം ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നാഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന വെല്ലുവിളികളിൽ 3 ഒന്നെന്താ, നാഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് വെല്ലുവിളികൾ ഏതെന്നൊക്കെയാണ്? ഒന്ന് പാർട്ടീഷൻ പ്രോസസ്സ്, രണ്ടാമത് ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്, മൂന്നാമത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഈ 3 വെല്ലുവിളികൾ നേരിട്ടു. അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസിയും വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മക്കളെ, ഡെമോക്രസി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ സമ്പന്ന രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. സോ അത് നമ്മുടെ രാജ്യത്തേക്ക് വരിക, നിരക്ഷരായിട്ടുള്ള ആളുകൾ ഒരു 15% ആളുകൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, ബാക്കി ആർക്കും വിദ്യാഭ്യാസമില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ഡെമോക്രസി, ജനാധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വോട്ട് കൊടുത്തുകൊണ്ട്, പണ്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ത്യയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ വെല്ലുവിളിയായിരുന്നു. അത് നമ്മൾ നേരിട്ടൊന്നാണ്. അടുത്തത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഞൊടിയിടയിൽ നമുക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതും നമുക്ക് കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനും എന്താണ്, ഒരു ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്പെഷ്യൽ പ്രൊവിഷൻസുകളായിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോവേർട്ടി അലിവേഷനും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള പോളിസീസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ ക്വസ്റ്റിന് ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ. Why did the first general election 1952 observe as a landmark in the history of democracy all over the world? ഇത് മിസ് നേരത്തെ പറഞ്ഞു മക്കളെ. എന്തുകൊണ്ടാണ് 1952 ഇലക്ഷൻ ലോകം മുഴുവൻ, ലോക ചരിത്രം മുഴുവൻ എന്ത് ചെയ്യാണ്, ഒരു നായിക കല്ലായിട്ട് മാറിയത്? മക്കളെ, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് കാലങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്ത ഡെമോക്രസി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതും 15% നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത നാട്ടിൽ ആളുകൾക്ക് എന്താണ് വോട്ട് ഒന്നും അറിയാത്ത നാട്ടിൽ സ്ത്രീകൾക്കും കൂടെ വോട്ടവകാശം നൽകിക്കൊണ്ട് തുല്യമായിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ ഇലക്ഷൻ നടത്തുകയാണ്. അത്തരത്തിൽ ഇലക്ഷൻ നടത്തുന്ന ഒരു രാജ്യത്ത് ഡെമോക്രസി എന്ത് ചെയ്യുന്നു, അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിലൂടെ ഇന്ത്യ തെളിയിച്ചു കൊടുത്തത് എന്താണ് മക്കളെ? ഏതൊരു രാജ്യത്തും ഏതൊരു സർക്കംസ്റ്റാൻസസിലും നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യൻ്റെ സിറ്റുവേഷൻ അത്രയും മോശമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഇന്ത്യക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പലരും പറഞ്ഞു അതിന് ആയുസില്ലാന്ന്, പക്ഷേ നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടി 2026 എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. പലരും പറഞ്ഞു നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇനി സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് വർഷങ്ങളെ പോളൂ. പക്ഷെ നമ്മൾ വീണ്ടും എന്താണ്, ഇപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇന്ത്യ തെളിയിക്കുന്നത് എന്താ, ഏതൊരു സ്ഥലത്തും ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജ് ലോകം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് 1952 നമ്മൾ ഫസ്റ്റ് ഇലക്ഷൻ നടന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷനെ ഒരു ലാൻഡ്മാർക്കായിട്ട്, ഒരു നായികക്കല്ലായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം മക്കളെ നോക്കിക്കേ. Explain the reason for the extraordinary success of the Congress in the first 3 general election. നമുക്കറിയാം കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ 3 ജനറൽ ഇലക്ഷനും എക്സ്ട്രോഡിനറി സക്സസ് ഉള്ളത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഫ്രീഡം സ്ട്രഗിളിന്റെ ലെഗസി പറയാനുണ്ടായിരുന്നു. ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്ന മെയിൻ ലീഡേഴ്സ് ആയിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ഒരുപാട് ചെരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ്, അവരുള്ള
ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതേപോലെ തന്നെ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെൽ ഓർഗനൈസ് ചെയ്തുള്ള ഒരു ഇൻക്ലൂസീവ് പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനും ഒരു എക്സ്ട്രോർഡിനറി സക്സസ് ആർക്കുണ്ടാവുന്നത്? നമ്മുടെ കോൺഗ്രസിന് ഉണ്ടാവുന്നത്, ആ കോൺഗ്രസിന് ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും 2 ചോദ്യങ്ങളായിട്ടാണുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈസി ആയിട്ട് മിസ് പറഞ്ഞു തരാം. കമ്പാരിസൺ ആയിട്ട് ചോദിക്കും. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 56ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 വർഷമാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കിയത് KN രാജും സെക്കൻഡ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കിയത് PC മഹൽനോബിസുമാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത അഗ്രികൾച്ചറിന്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രിക്ക്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ മോട്ടോ എന്തായിരുന്നു? ഹാസ്റ്റ് ആൻഡ് സ്ലോലി, പതുക്കെ പോവുക എന്നതായിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ സ്ലോഗൻ അല്ലെങ്കിൽ മോട്ടോ എന്തായിരുന്നു? നമ്മൾ ക്വിക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന മോട്ടോ ആയിരുന്നു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ ആളുകൾക്കിടയിൽ ഒരു സേവിങ്സ് ഉണ്ടാക്കി, ഡാം കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ പോയി. റെയിൽവേ, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, സ്റ്റീല്, ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ ഡിഫറൻസസും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പരീക്ഷയ്ക്ക് ഇത് നമ്മുടെ ഡിഫറൻസസ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. അടുത്ത ചോദ്യം ഗ്രീൻ റെവല്യൂഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് എടുക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണടാ മക്കളെ. ഗ്രീൻ റെവല്യൂഷൻ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് വൻ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായതാണ് അല്ലേ. ഫുഡ് മേഖലയിലാണ് ഈ ഒരു ഉണ്ടായത്. ഫുഡിൻ്റെ ഒരു ഷോർട്ടേജ് നമ്മൾ നേരിട്ട സമയത്ത് നമുക്ക് ഒരു വിപ്ലവാത്മകരമായ മാറ്റമാണ് എങ്ങനെ വന്നത്? MS സ്വാമിനാഥൻ കൊണ്ടുവന്ന് ഗ്രീൻ റെവല്യൂഷനിലൂടെ വന്നത്. നമ്മൾ ഹൈ യീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഫാമേഴ്സിന് സബ്സിഡീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക, തറവില ഉയർത്തുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇന്ന പൈസക്ക് നമ്മൾ വാങ്ങിക്കൊള്ളാമെന്ന് ആദ്യമേ വാഗ്ദാനം നൽകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിക്കേടാ, പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫുഡ് ഗ്രെയിൻസിൻ്റെ അവൈലബിലിറ്റി ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു മിഡിൽ പെർസെൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ത് ചെയ്തു? ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു, ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെഗറ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആളുകൾ, ഇപ്പോൾ ലാൻഡ് ലോഡ്സ്, ഓൾറെഡി പ്രഭുക്കന്മാരായിരുന്ന ആളുകൾക്ക് മാത്രം ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് വന്നു. അതേപോലെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അവിടെയുള്ള കുറച്ച് ഏരിയ മാത്രം എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ പ്രോസ്പെറസ് ആവുക. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ദരിദ്രർ വീണ്ടും ദരിദ്രരാവുക, റിച്ച് വീണ്ടും റിച്ച് ആവുക എന്നുള്ളൊരു പ്രോസസ്സ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നെഗറ്റീവിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത മക്കളെ നമ്മളൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ചൈന വാർ 1962. അതിനുശേഷം ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്ന മാറ്റങ്ങളും നമ്മളോട് ചോദിക്കുന്നുണ്ട്. 1962 ഇന്ത്യ ചൈന വാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലായി കിടക്കുന്ന ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആദ്യമേ ചൈനക്കാർ അത് അവരുടേതാണെന്ന് പറയുകയും ഇന്ത്യക്കാർ ഇവരുടേതാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ചൈനക്കാർക്ക് പൂർണ്ണമായി വിട്ടു നൽകുന്നു. പക്ഷെ ടിബറ്റുകാർക്ക് എന്ത് കൊടുക്കണം? ഓട്ടോണമി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിട്ടു നൽകുന്നത്. പക്ഷെ ടിബറ്റുകാർക്ക് ഓട്ടോണമി കൊടുക്കുന്നുമില്ല. ചൈനീസ് ആർമി എന്ത് ചെയ്തുകൊണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ടിബറ്റുകാർക്ക് അവരുടെ കൾച്ചർ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്നു. അത് അടിച്ചമർത്താൻ വേണ്ടി ചൈനീസ് ആർമി വരുന്നു. നിവൃത്തിയില്ലാതെ ടിബറ്റിലെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ഇന്ത്യയിൽ പോയി അഭയം ചോദിക്കുന്നു. ഇന്ത്യ അവരെന്ത് ചെയ്യുന്നു? അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് അഭയം കൊടുക്കുന്നു. ഇത് ചൈനക്കാർ പറഞ്ഞ എന്താണ്? അക്കോർഡിംഗ് ടു പഞ്ചശീല അഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടരുത്. അപ്പൊ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചൈനക്കാരെന്ത് ചെയ്യാണ്? ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ അതിർത്തി പ്രശ്നങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യയും ചൈനയുമായിട്ടുണ്ടായിരുന്നു. അക്സായി ചിൻ എന്ന് പറയുന്ന ഭാഗവും അതേപോലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ട് ഏജൻസി NEFA എന്ന് പറഞ്ഞ ആ ഒരു ഭാഗവും എന്താണ്? ഇവരുടേതാണെന്ന് പറഞ്ഞ് വാദമുണ്ടാകുകയും കുറച്ച് ഭാഗങ്ങൾ ചൈനക്കാർ പിടിച്ചെടുത്ത് അവിടെ റോഡ് നിർമ്മിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരിക്കലും ഇന്ത്യ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരറ്റാക്ക് ഇന്ത്യ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറ്റാക്ക് വന്നപ്പോൾ തലങ്ങും ഒക്കെ എന്ത് ചെയ്തു? ഇന്ത്യക്ക് കിട്ടി. ഇന്ത്യ എക്സ്പെക്ട് ചെയ്യാത്ത യുദ്ധമായതുകൊണ്ട് ഇന്ത്യ 8 നിലയിൽ അത് പൊട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സംഭവിച്ചതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ
എന്ത് വന്നാലും ശരീരം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നാഷണലിസം, വി ആ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അവിടെ ഉണ്ടായി. അതേപോലെ തന്നെ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിനെ പലരും ക്രിട്ടിസൈസ് ചെയ്തു. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന VK കൃഷ്ണമേനോൻ എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് റിസൈൻ ചെയ്തു. അങ്ങനെ ഗവൺമെൻറ്റിന് ആദ്യമായിട്ട് നോൺ കോൺഫിഡൻസ് മോഷൻ, അതായത് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നു. കോൺഗ്രസിന് ലോക്സഭ ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും സീറ്റ് നഷ്ടപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സെറ്റായില്ലേ? ഓക്കെ മക്കളെ, അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇത് എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. 2 essay ക്വസ്റ്റ്യൻസും അല്ലാത്തതും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, സെറ്റായിട്ട് തന്നെ പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള നമ്മളെ മാരത്തോണുകളിലും മോർണിംഗ് ബൂസ്റ്ററുകളിലും എന്തായാലും എൻ്റെ മക്കളുണ്ടാവണം. ഇന്ന് രാത്രി മാരത്തോണും നാളെ രാവിലെ ആയിട്ട് നമുക്ക് മോർണിംഗ് ബൂസ്റ്ററും ഒക്കെ നമുക്കുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിലും സെറ്റാക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് രാത്രി ഒരുപാട് കാര്യങ്ങളായിട്ട് വീണ്ടും എന്താ ചെയ്യുക, കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.